ഹലോ, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് രാവിലെ കിച്ചണൊന്ന് കണ്ടാലോ? വലിയ അടിപൊളി കിച്ചണൊന്നല്ല കേട്ടോ. ഇന്നത്തെ സ്റ്റൈല് നോക്കുമ്പോൾ ഇത് 14 വർഷം പഴക്കമുള്ളൊരു കിച്ചണാണ്. നമുക്ക് എന്തായാലും നമ്മളത് സ്വർഗ്ഗമാണല്ലോ. കാരണം നമ്മളെ വീട്ടമ്മമാർ അധികം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ കിച്ചണിലാണല്ലോ. അങ്ങനെ ലൈറ്റുകളൊക്കെ ഇട്ടു. ഇതാണ് കേട്ടോ ആ കണ്ടെയ്നർ. നല്ല ഉപകാരം കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ മതി. ഇത് ഞാനിങ്ങനെ വെള്ളം നിറച്ച് വെക്കും. ഒരു വിശ്വാസം, നമ്മൾ യൂട്യൂബിൽ ഒരു ആൻറ്റിയൊക്കെ ചെയ്യണത് കണ്ടിട്ട് ചെയ്യണം, ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഇതാ നമ്മൾ മോന് മദ്രസ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ള നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കണ്ടാണ് കേട്ടോ. കാരണം സ്കൂളില്ലല്ലോ. സ്കൂളുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കും. കാരണം ചോറൊക്കെ കൊടുത്തയക്കണ്ടേ മക്കൾക്ക്. നമ്മൾ ചായക്ക് വെള്ളമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഇന്നലെ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. മാവ് അരച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ രാവിലെ നമുക്കൊരു ടെൻഷനാണല്ലോ, ഇത് എന്തായിക്കണോ പൊന്തിക്കണോ ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവില്ല കേട്ടോ. കാരണം നല്ലോണം പൊന്തി നല്ലോണം നന്നാവും ഇഡ്ഡലി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. മഴക്കാലത്തൊക്കെ ഒരു 2 കപ്പ് പച്ചരിക്ക് ഒരു 3/4 കപ്പ് ഉഴുന്നും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും അത്ര മതി കേട്ടോ. നല്ല നന്നാവും. നമുക്ക് ഇഡ്ഡലിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാം. നമുക്ക് ആദ്യം ഒന്ന് വേഗം പറഞ്ഞേക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ചായക്ക് വെള്ളം തിളക്കുമ്പോഴത്തേന് ചായപ്പൊടി എടുത്തു. ചായപ്പൊടി ഇടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ പാത്രം കണ്ടോ, അതൊരു 14 വർഷം പഴക്കമുള്ളതാണ്. എൻ്റെ ഉമ്മാക്ക് അന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇതുപോലത്തെ എല്ലാ പൂക്കളുള്ള ഒരേപോലത്തെ പാത്രങ്ങൾ വേണമെന്നാണ് കേട്ടോ. ഉമ്മ കടകളൊക്കെ കയറി വാങ്ങി തന്നതാണ് കേട്ടോ. ഞാൻ ഇന്നും അത് പൊന്നുപോലെ കൊണ്ടടക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയാണ് കേട്ടോ എൻ്റെ ലോകം. കാരണം എന്താ വെച്ചാൽ ഇതട്ടോ എൻ്റെ കിച്ചന്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കിച്ചന്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, അന്ന് എൻ്റെ ഉമ്മ ഈ കുപ്പികളൊക്കെ വാങ്ങി തന്നത് എൻ്റെ ഉമ്മാൻ്റെ ഒരു ഇഷ്ടമാണല്ലോ. എൻ്റെ ഒരു ആഗ്രഹം അതാണ്. എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലം എനിക്ക് മരിക്കണ്ടെന്നാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇതാണ് കേട്ടോ അതിൻ്റെ ബോട്ടിലുകൾ ഉണ്ടിലൊക്കെ പൂക്കളുള്ളത്. അങ്ങനെ മോന് മദ്രസക്ക് പോകാനായപ്പോൾ ഞാനിങ്ങനെ സിറ്റ് ഔട്ടൊക്കെ എത്തി. എന്താ രാവിലെ ഞാനൊരു ചായ ക്ലാസ് ആയിട്ട്, സ്കൂളില്ലെങ്കിൽ മാത്രമേ വന്നിരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വന്നിരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ. ഇതാട്ടോ പൂക്കളും ചെടികളും എന്ന് പറയാൻ കുറച്ചൊക്കെ ഞാനിങ്ങനെ ഒരു എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് അവിടെ ഇരുന്നു. അപ്പം മോനത് അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എന്നോടൊരു ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി. നമ്മൾ മുറ്റത്ത് ഇങ്ങനെ നിന്ന് ചായ ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് നേരം ഇരിക്കുള്ളൂ. ചായ ക്ലാസ് എൻ്റെ ചെടികളുണ്ടോ ഇതാട്ടോ ചായ ക്ലാസ്. വെറുതെ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. നമ്മളെ സ്വന്തം ബസ് അവിടെ തന്നെ ഉണ്ട്, പോകാനാവണേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.